എടി അവര് വന്ന് കല്യാണം പറഞ്ഞൊന്നും വിചാരിച്ചു ഇവിടുന്ന് അമ്മയും കുട്ടികളും മക്കളും ഞാനും നീയും ഒക്കെ പാടാ കെട്ട് കഴിഞ്ഞ് കളിച്ച് കല്യാണത്തിന് പോകേണ്ട എന്ത് കാര്യമുണ്ട്? എല്ലാരും കൂടി പോണത് എപ്പോഴായിട്ടാ ഞാൻ പറഞ്ഞത്? നമ്മള് രണ്ടാളും പോയാൽ മതി. കഴിഞ്ഞ 12 വർഷമായിട്ട് ഞാൻ എന്തെങ്കിലും കാര്യം പറഞ്ഞ് ഏട്ടനെ ബുദ്ധിമുട്ടിച്ചിട്ടുണ്ടോ? ഇതിപ്പോ അവൻ വന്ന് നമ്മുടെ വീട്ടിൽ വന്ന് കല്യാണം വിളിച്ചപ്പോ തിരിച്ച് അവന്റെ വീട്ടിൽ കല്യാണത്തിന് പോകാന്നുള്ള നമ്മുടെ ഒരു മര്യാദ. മര്യാദയുടെ കാര്യം നീ പറയണ്ട. എടി അത്ര വലിയ മര്യാദക്കാരാണെങ്കിൽ അന്ന് നിന്നെയായിട്ട് അവിടുന്ന് പോന്നു കഴിഞ്ഞതിന് ശേഷം എത്ര വർഷമായി? ഇപ്പോ 10-12 കൊല്ലമായില്ലേ? ഇതുവരെ ഒന്ന് വരേ, ഒന്ന് കാണ്, ഒന്നും വേണ്ട, ഒന്ന് ഫോൺ ചെയ്യലും ചെയ്തിട്ടില്ലല്ലോ. ചെയ്തിട്ടുണ്ടോ? മര്യാദക്കാര്. അത്ര വലിയ വർത്താനൊന്നും നീ പറയണ്ട. നീ കാണിച്ച മര്യാദയാണോ? എന്തെന്ന്? അല്ല, എവിടെ വീട്ടിൽ കഥ കിടാൻ പോയ നീ ആ വലിയ വീട്ടിൽ നിന്ന് എവിടെ വിളിച്ചോണ്ടൊന്നും മര്യാദയാണോ? എന്റെ അമ്മ, ഇതൊക്കെ കഴിഞ്ഞു പോയ കാര്യങ്ങളല്ല, ഇതിപ്പോ പറയണതിനാണ്. കഴിഞ്ഞു പോയ കാര്യങ്ങള്. അല്ല, ഇത്രയും വിഷമിച്ചിട്ട് നീയോ എവളോ ഇന്ന് വരെ അവരുടെ വീട്ടിലൊന്നിനും പോയിട്ടില്ലല്ലോ. ഇപ്പൊ അവരൊരു കല്യാണം വിളിക്കാൻ വന്നത്. അപ്പൊ പോകട്ടെ, നിങ്ങളുടെ മര്യാദയാണ് അത്. അങ്ങനെ എങ്ങനെ പോയാൽ പോരെ? ഇവിടെ നല്ല അന്തസ്സായിട്ട് തന്നെ പറഞ്ഞു വിടുകയും വേണം. കുറഞ്ഞ ഒരു മോതിരമെങ്കിലും, ഒരു അരപ്പവന്റെ മോതിരമെങ്കിലും മാച്ച് കൊടുത്ത് വിടുകയും വേണം. എവിടുന്ന് മോതിരം വാങ്ങിക്കാനാണ്? എന്റെ കയ്യിൽ എവിടെ കാശ്? എന്റെ അടുത്താണ് ചോദിക്കുന്നത്. നീ ചെല്ലപ്പനാശാരിയുടെ മോനാണ്. ആ അന്തസ് നീ കാത്തു സൂക്ഷിക്കണം. എന്നാ നിങ്ങളൊരു കാര്യം ചെയ്യും, നേരെ ചെല്ലപ്പനാശ എടുത്ത് പോയിട്ട് ആ സ്വർണ്ണത്തിന്റെ പൈസ പിടിച്ചിട്ട് വരും. ഏതായാലും ജീവിച്ചിരിപ്പുണ്ടല്ലോ, ഒരു പ്രയോജനമില്ലാതെ. നീ എന്നെ കളിയാക്കിയാണെന്ന് എനിക്കറിയാം. എനിക്ക് അങ്ങോട്ട് പോകാൻ ഒക്കത്തില്ലെന്ന് കരുതിയില്ലടാ നീ ഇമ്മാതിരി വർത്താനം എന്നോട് പറയുന്നത്. തുടങ്ങി ജീവിച്ചില്ല. ഞാൻ തീർത്തു പറയുക, ആ കൊച്ചനെ കുടുംബത്ത് വന്നാണ് കല്യാണം വിളിച്ചത്. ഞാനും കൂടെ ഉള്ളപ്പം എന്നെയും കൂടെയാണ് വിളിച്ചത്. ഞാൻ ജീവിച്ചിരിപ്പുണ്ടെന്ന് നീ ഓർമ്മിക്കണം.